കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നമസ്തേ ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സുരക്ഷയും ക്ഷേമവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നമസ്തേ ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനവും ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. ശുചിത്വം ഉറപ്പാക്കുവാനായിട്ട് ഗ്ലൗസുകൾ ഒക്കെ ഉണ്ട് അതിനുള്ളിലുണ്ട്. അപ്പൊ അതെല്ലാം ഉറപ്പാക്കുവാനായിട്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കരുതലാണ് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലുള്ള ജനങ്ങളോട് ഞങ്ങൾ തല ഉയർത്തി നിന്ന് നമസ്തേ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം. നിങ്ങൾ പണിയെടുത്താൽ മാത്രമാണ് ഞങ്ങൾക്ക് തല ഉയർത്തി നിന്ന് അവരോട് നമസ്തേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ എപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളിലും നമ്മൾ എന്തായാലും ഒപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം സന്ദേശം നൽകി. മാലിന്യ ശേഖരണ സംസ്കരണ രംഗത്ത് നഗരത്തിന്റെ ശുചിത്വ സംരക്ഷണത്തിന് നിത്യേന സേവനം ചെയ്യുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ കരുതലൊരുക്കുന്ന നടപടികളാണ് പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കിയത്. ഇതോടൊപ്പം സുരക്ഷാ ജാക്കറ്റുകൾ, ഹെൽമറ്റുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ കിറ്റുകളും നഗരസഭ വിതരണം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ P. രജിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അസം ബീഗം, നഗരസഭാ സെക്രട്ടറി ഷൈജു വർഗീസ്, ക്ലീൻ സിറ്റി മാനേജർ നൌഷാദ് A, നമസ്തേ നോഡൽ ഓഫീസർ PHI സൗമ്യ ദാസ്, ജനപ്രതിനിധികളായ സജി TS, രാജശ്രീ രാജു, രജനി സജീവ്, അമ്പിളി എന്നിവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണ മേഖലയെ കൂടുതൽ സുരക്ഷിതവും ശാസ്ത്രീയവും യന്ത്രവത്കൃതവുമാക്കി മാറ്റുന്നതിനൊപ്പം തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ കൂടുതൽ ശക്തമാക്കുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.